ഖസാക്ക് ബെഞ്ചാലിയുടെ പാഷൻ ടു പ്രോഫിറ്റ് എന്ന പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ലീഡർമാരും പല സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്നവരുമാണല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു പുസ്തകമാണിത്. അതിൽ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വളരെ നമുക്കൊക്കെ അനിവാര്യമായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നിയ ഒരു ഭാഗം വായിച്ചപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ജോൺ സി മാക്സ്വെൽ പറയുന്ന വളരെ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. നല്ല ലീഡറുടെ കീഴിലാണ് ടീം ജോലി ചെയ്യുന്നതെങ്കിൽ ജോലി സമയത്തിന് ശേഷവും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊരു നല്ല ലീഡർ അല്ലെങ്കിൽ ഓഫീസ് ടൈം 5 മണിയാണെങ്കിൽ അരമണിക്കൂർ മുമ്പ് തന്നെ അവർ വീട്ടിൽ പോകാൻ തയ്യാറായി കാണും. കൃത്യം 5 മണിക്ക് തന്നെ ഓഫീസ് കാലിയായിരിക്കും. ഇവരെയാണ് മൈൻഡ്ലെസ് പീപ്പിൾ എന്ന് പറയുന്നത്. എന്തു റിസൾട്ട് ഉണ്ടാക്കണമെന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു പോലുമില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് അവർക്കെന്തു കിട്ടുമെന്നാണ്. സമയം നോക്കാതെ ഏറ്റെടുത്ത ജോലി തീരുന്നതുവരെ കഠിനാധ്വാനം ചെയ്യാൻ ഒരാൾ തയ്യാറാണെങ്കിൽ മികച്ചൊരു ലീഡറുടെ കീഴിലാണ് അയാൾ ജോലി ചെയ്യുന്നതെന്ന് നിസ്സംശയം പറയാം. ഓഫീസ് ടൈം കഴിഞ്ഞും നിങ്ങൾക്കൊപ്പം ആത്മാർത്ഥമായി ജോലി ചെയ്യുകയും നിങ്ങളുടെ വളർച്ചയ്ക്കു സഹായകരമായി നിൽക്കുകയും നിങ്ങളെക്കാൾ നന്നായി കസ്റ്റമറെ ഡീൽ ചെയ്യുകയും ബിസിനസ് കൈകാര്യം ചെയ്യുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായേ തീരൂ. ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. ജീവനക്കാരെ നിയന്ത്രിക്കുന്നതോ വഴക്കു പറയുന്നതോ അല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി. ഓരോ വ്യക്തിയുടെയും കഴിവുകൾ മനസ്സിലാക്കി ഓരോരോ ലെവലിലേക്ക് പടിപടിയായി അവരെ ഉയർത്തി ജോലി ആസ്വദിച്ച് ചെയ്യുന്നതിന് അവരെ സഹായിക്കുന്ന ഒന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഈ സ്കിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ കഴിവ് ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ ഉയർന്ന വിജയം കൈവരിക്കാനാവും. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ചില കാര്യങ്ങൾ പങ്കുവെക്കാം. ഒന്നാമതായിട്ട്, നമ്മളൊക്കെ നല്ല ലീഡറാണോ എന്നൊരു തോന്നലാണ് ആദ്യമായിട്ട് മനസ്സിൽ വന്നത്. നമ്മൾ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്, സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം നമ്മളൊക്കെ ലീഡറാണോ എന്നൊരു തോന്നലാണ് ആദ്യമായിട്ട് മനസ്സിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ, നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകാൻ, അവർക്ക് ആത്മവിശ്വാസം നൽകാൻ, അവരെ കൂടെ നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊരു സംശയമാണ് മനസ്സിലേക്ക് ഉയർന്നു വരുന്നത്. ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ മാനേജ്മെൻറ്റ്, മെയിൻ ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവർ മാത്രം വിചാരിച്ചാൽ പോരാ. അവിടെ എക്സിക്യൂഷൻ നടത്തുന്ന, അവിടെ താഴെ ലെവലിൽ പണിയെടുക്കുന്ന, ജോലി ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങൾ, തൊഴിലാളികൾ, അവർ ശാന്തമായി അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടെ ജോലി ചെയ്യാൻ കഴിയുമ്പോഴാണ് ആ സ്ഥാപനം വളരുക. അല്ലെങ്കിൽ നല്ല ഐഡിയ ഉള്ള ഓഫീസർമാരുണ്ട്, നല്ല ആശയങ്ങളുള്ള, നല്ല സമ്പാദ്യമുള്ള മാനേജ്മെൻ്റ് ഉണ്ട്, സാമ്പത്തികമായിട്ട് നല്ല ഇറക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഈ താഴെ ലെവലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ അവർ പോസിറ്റീവായ രീതിയിൽ, അവർ റിസൾട്ട് ഉണ്ടാവണമെന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടെങ്കിൽ ആ സ്ഥാപനം പരാജയത്തിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ലീഡർ എന്ന നിലയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കേവലം കീ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയും അവരെ വഴക്കു പറയും, ചെറിയ തെറ്റിൻ്റെ പേരിൽ വഴക്കു പറയുകയും ചെയ്യുക എന്നതല്ല ഒരു ലീഡറുടെ ക്വാളിറ്റി. ഒരു ലീഡറുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തൻ്റെ കീഴിലുള്ള സ്റ്റാഫിനെ, ഉദ്യോഗസ്ഥരെ, അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ പടിപടിയായി മറ്റു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവരിലെ പോസിറ്റീവുകൾ അവരുടെ പോസിറ്റീവുകൾ പരമാവധി സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ ഒരു ലീഡറുടെ ക്വാളിറ്റി. ആ ക്വാളിറ്റി നമുക്കുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഈ നമ്മൾ പുസ്തകത്തിൽ വായിച്ച 5 മണിക്ക് ശേഷവും സ്റ്റാഫ് അംഗങ്ങൾ തൻ്റെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അല്ലാതെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, ആത്മസമർപ്പണമില്ലാത്ത ഒരു തൊഴിലാളിക്കും തൻ്റെ ജോലിയോട് പ്രതിബദ്ധത ഉണ്ടാവുകയില്ല. ആ തൊഴിലാളിക്ക് സമയത്തോടെ പ്രതിബദ്ധത ഉണ്ടാവുകയുള്ളൂ. തൻ്റെ സമയം കഴിഞ്ഞാൽ അദ്ദേഹം ഓഫീസിൽ പൂട്ടി, മേശ പൂട്ടി, ഓഫീസ് പൂട്ടി പുറത്തിറങ്ങും.
എന്നാൽ ഒരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള തൊഴിലാളികൾ ഒരിക്കലും ആ സ്ഥാപനം വിജയിപ്പിക്കാൻ സാധിക്കുകയില്ല തൊഴിലാളികൾക്ക്. അങ്ങനെ നമ്മൾ ആ സ്ഥാപനം വിജയിക്കണമെങ്കിൽ മേലുദ്യോഗസ്ഥർ കൃത്യമായി ഇടപെട്ട് അവർക്ക് ആശ്വാസത്തിൽ ജോലി ചെയ്യാനുള്ള, സമാധാനത്തിൽ ജോലി ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകി മുന്നോട്ട് പോകുമ്പോഴാണ് ആ സ്ഥാപനം വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കീഴുദ്യോഗസ്ഥർ നമ്മളുടെ അടിമകളല്ല, അവർ നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായിട്ട്, ഹയറാർക്കിയുടെ ഭാഗമായിട്ട് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന, പറഞ്ഞതെല്ലാം കേട്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി വർഗമല്ല. ഒരു സ്വാഭാവികമായ ഹൈറാർക്കിയുടെ ഭാഗമായിട്ട് അവർ നമ്മുടെ കീഴിൽ വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് ജോലികൾ കൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി ആലോചിച്ച് ഫ്ലെക്സിബിളായ രീതിയിൽ ജോലി ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒരു ജോലി ഫിസിക്കൽ ജോലിക്കപ്പുറം, ഏതൊരു ജോലിയിലും ഫിസിക്കൽ ജോലിക്കപ്പുറം അവിടെ മൈൻഡ് സെറ്റ്, മനസ്സിൽ ചിന്തിച്ച് പുതിയ ആശയങ്ങൾ ഉടലെടുക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകണം. ഫുൾ ടൈം ജോലി എൻഗേജ്മെൻറ്റിലാണെങ്കിൽ, ജോലി വർക്ക് ടൈറ്റിലാണെങ്കിൽ, ഫുൾ ടൈം വർക്കാണെങ്കിൽ അവർക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താനും പുതിയ കാര്യങ്ങൾ ആലോചിക്കാനും അവർക്ക് സാധിക്കുകയില്ല. ഒരു പക്ഷേ തുടക്ക സമയത്തൊക്കെ നമ്മൾ പറയുന്നത് അവർ അനുസരിച്ചേക്കാം. അത് അവരുടെ ജോലി നഷ്ടപ്പെടുമോ എന്നതിൻ്റെ ഭയം കാരണം അവർ അനുസരിച്ച് മാക്സിമം സമയം ജോലി ചെയ്തേക്കാം. പക്ഷെ പതിയെ പതിയെ എല്ലാ ഭയത്തിനും സന്തോഷത്തിനും പതിയെ പതിയെ കുറവ് വരുന്നത് പോലെ ഇവിടെയും ഈ ഭയത്തിനും മറ്റും അവർക്ക് പതിയെ പതിയെ കുറവ് വന്നാൽ പിന്നെ ആ ജോലിയിലെ ആത്മാർത്ഥത നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും ജോലിക്കാർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു ലീഡറുടെ യഥാർത്ഥ ക്വാളിറ്റി.